ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ മധുര പച്ചടിയാണ് കേട്ടോ. ഇത് പൈനാപ്പിളും ഏത്തപ്പഴവും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ പച്ചടി പോലെ തേങ്ങ അരയ്ക്കോ തൈര് ചേർക്കോ ഒന്നും ചെയ്യുന്നില്ല. ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ, ഒരു മീഡിയം സൈസുള്ള പൈനാപ്പിൾ ഈ ക്യാബേജൊക്കെ അരിയും പോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അരിയുമ്പോഴാണ് കേട്ടോ ഈ പച്ചടിക്ക് ഒരു നല്ല ടേസ്റ്റ്. അതുപോലെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനാദ്യം വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുളക് പൊടി നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ എടുത്താൽ നല്ലൊരു കളറായിരിക്കും കറിക്ക്. പക്ഷെ മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടണ്ട, കാരണം ഓൾറെഡി പൈനാപ്പിളിനൊക്കെ കുറച്ച് മഞ്ഞ കളർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് മഞ്ഞ കളർ വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സദ്യക്ക് ചില ഭാഗത്തോട്ടാണ് കേട്ടോ ഈ കറി വിളമ്പാറുള്ളത്. ഒരുപാട് പേർക്കൊന്നും അധികം അറിയില്ല എന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച്. പക്ഷേ ഞാൻ ഇതുണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനൊരു എരിവും മധുരവും ഒക്കെ ചേർന്ന ഒരു നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത അടുപ്പിൽ കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. നമുക്കത് മൂടി വെച്ച് വേവിക്കാം, കാരണം പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പൈനാപ്പിളും പഴത്തിനും രണ്ട് വേവല്ലേ, അപ്പോൾ രണ്ടും ഒരുമിച്ചിട്ടാൽ ശരിയാവുമെന്ന്. നമുക്ക് പഴം ഇതിനകത്ത് ഇങ്ങനെ കുഴഞ്ഞു ചേരുന്നതാണ് അതിൻ്റെ പാകം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് തേങ്ങ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇടയ്ക്കൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. സദ്യ വിളമ്പുമ്പോൾ ഇലയുടെ മുകൾ ഭാഗത്തായിട്ട് കാളൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ പച്ചടിയുടെ സ്ഥാനം. പിന്നെ വിഭവങ്ങളുടെ സ്ഥാനത്തിലും സദ്യ വിളമ്പുന്ന രീതിയിലുമൊക്കെ കേരളത്തിലുടനീളം പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പരിപ്പ് കറി വടക്കൻ കേരളത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഇലയുടെ സൈഡിലായിട്ടാണ് വിളമ്പുക. പക്ഷെ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം അത് ചോറിനൊപ്പം ആദ്യം പരിപ്പും നെയ്യുമാണ് കഴിക്കുക. സാധാരണ സദ്യ വിഭവങ്ങളെ അപേക്ഷിച്ച് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണിത്. ചില സ്ഥലങ്ങളിലോട്ടൊക്കെ കല്യാണ സദ്യക്കാണ് കേട്ടോ ഇത് വിളമ്പി കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ ഓണത്തിനൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് ഇതേ വറുത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാൻ വറുത്തത്. പൈനാപ്പിളും പഴവും എല്ലാം വെന്ത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരണം. ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടാണ് നമ്മൾ അടുത്ത സാധനം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയത് ഈ പാകമാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എനിക്ക് കുറച്ച് അധികം എരിവും കുറച്ച് മധുരമൊക്കെ ഉള്ളതാണ് ഇഷ്ടം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം പോലെയാവും. പഞ്ചസാരയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇനി അതും നന്നായിട്ട് വറ്റിക്കണം. പഞ്ചസാര ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അങ്ങോട്ട് മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പഞ്ചസാരയൊക്കെ ചേർന്നതല്ലേ. അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് കടുക് പൊടിച്ചെടുക്കാം. ഒരുപാട് തീരെ പൊടിയായിട്ട് അങ്ങനെ പൊടിക്കണമെന്നില്ല കേട്ടോ. കുറച്ച് തരിതരിപ്പുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട വേറൊരു സാധനമാണ് കറുത്ത മുന്തിരി. അത് ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പച്ചടി ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ തവി കൊണ്ട് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് പതുക്കെ വീഴുന്ന ഒരു പാകം, അതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. ഇലയിൽ നിന്ന് ഓടിപ്പോകാൻ പാടില്ല, കാരണം ഇതൊരു തൊടുകറിയാണല്ലോ. അതുപോലെ തന്നെ ഇതിങ്ങനെ ഇത്ര കളറായിട്ട് കാണുന്നത് ഇവിടുത്തെ ലൈറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ. ഇതല്ല ശരിക്കും കളറ്. അവസാനം നിങ്ങൾക്ക് ഫോട്ടോയിൽ കളറ് മനസ്സിലാകാൻ പറ്റും. അതാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള കളറ്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുക് അതിനകത്തേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി കടുക് താളിച്ചൊഴിക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് താളിക്കാം. സദ്യക്കൊക്കെ സാധാരണ വീട്ടിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ കടുക് ചേർക്കും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ താളിപ്പ് അതിനകത്തേക്ക് ചേർക്കാം. താളിപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അപ്പം തന്നെ അങ്ങ് അടച്ചു വെച്ചോളൂ കേട്ടോ. ആ മണം അങ്ങ് പോകാൻ സമ്മതിക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം നമ്മൾ കരുതി വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മധുരപ്പച്ചടി റെഡിയായി. യഥാർത്ഥ കളറ് അത് ഈ കാണുന്നതാണ് കേട്ടോ.
എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇത്തവണത്തെ സദ്യക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേറിട്ട പുതിയ രുചികളുമായി നമുക്ക് അടുത്ത തവണ കാണാം. ബൈ.